US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഖത്തർ സന്ദർശനത്തിനിടെ യുഎസും ഖത്തറും തമ്മിൽ $243.5 ബില്യൺ മൂല്യമുള്ള സാമ്പത്തിക കരാറുകളിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഒപ്പുവെച്ചിട്ടുള്ളത്. ഈ കരാറിലൂടെ $1.2 ട്രില്യൺ വൻ സാമ്പത്തിക വിനിമയത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയും കാര്യമായി നിലനിൽക്കുന്നുണ്ട്. വൈറ്റ് ഹൗസിന്റെ പ്രസ്താവനയനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ കരാറുകൾ അമേരിക്കയുടെ നിർമ്മാണം, സാങ്കേതിക നേതൃത്വം, അതുപോലെ തൊഴിൽ സൃഷ്ടി എന്നിവയെ ശക്തിപ്പെടുത്തും. കൂടാതെ പുതിയ സമ്പൂർണ്ണ യുഗത്തിലേക്ക് അമേരിക്കയെ നയിക്കുകയും ചെയ്യുന്നതായിരിക്കും. ബോയിങ്, GE എയ്റോസ്പേസ്, റെത്തിയോൺ, ജനറൽ ആറ്റോമിക്സ് തുടങ്ങിയ US കമ്പനികളുമായുള്ള പ്രധാന ഡീലുകളും അതുപോലെ ഖത്തറിന്റെ അൽ ഉദൈദ് എയർബേസിലെ $38 ബില്യൺ ഭാവി നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനയും വലിയ രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഖത്തർ എയർവേസ് ബോയിങ്ങിൽ നിന്ന് 210 വൈഡ് ബോഡി ജെറ്റ് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള $96 ബില്യൺ കരാറാണ് ഉൾപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ട്രംപ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ദാനി, ബോയിങ് CEO കെല്ലി ഓർട്ട്ബർഗ്, ഖത്തർ എയർവേസ് CEO ബദർ മുഹമ്മദ് അൽമീർ എന്നിവർ ദോഹയിലെ അമീരി ദിവാനിൽ നടന്ന കരാർ ഒപ്പിടൽ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ട്രംപ് പറഞ്ഞത് പ്രകാരം ഇത് ബോയിങ്ങിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജെറ്റ് ഓർഡർ കൂടിയാണെന്ന് പറയാം. എന്നാൽ ട്രംപ് തന്റെ പ്രസംഗത്തിൽ ഈ ഡീലിന്റെ മൂല്യം $200 ബില്യൺ ആണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വൈറ്റ് ഹൗസ് പിന്നീട് $96 ബില്യൺ ആണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഖത്തർ $2 ബില്യൺ കരാറിലൂടെ 8 MQ-9B സിഗാർഡിയൻ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിനും കരാറിൽ ഏർപ്പെടുകയുണ്ടായി. 200 ജോയിന്റ് ഡയറക്ടർ അറ്റാക്ക് മ്യൂണിഷനുകൾ, 300-500 പൗണ്ട് ബോംബുകൾ, 110 ഹെൽഫെയർ സെക്കൻഡ് മിസൈലുകൾ, അതുപോലെ ഇലക്ട്രോണിക് സപ്പോർട്ട് സിസ്റ്റങ്ങൾ എന്നിവയും വാങ്ങുന്നതായിരിക്കും. ഈ കരാർ 2020 മുതൽ അനുമതിക്കായി കൂടുതലും കാത്തിരിക്കുകയായിരുന്നു. $1 ബില്യൺ കരാർ വഴി ഖത്തറിന് കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ നൽകുന്നതായിരിക്കും. ഇത് റെതിയോണിന്റെ ആദ്യ അന്താരാഷ്ട്ര ഉപഭോക്താവായി ഖത്തറിനെ യഥാർത്ഥത്തിൽ മാറ്റുകയാണ്.